അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ബലിപെരുന്നാൾ സുദിനം നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. ഈ പരിശുദ്ധമായ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്, ജീവിതമാണ്. പെരുന്നാളിൽ നാം ചൊല്ലുന്ന തക്ബീറുകൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുഴക്കിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. ആ മഹാനായ പ്രവാചകനെ പിൻപറ്റാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. വത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും ഇബാദത്തുകളിലും ശരീഅത്തുകളിലും കടന്നു വരുന്നുണ്ട്. നമസ്കാരം എടുത്തു നോക്കിയാൽ വജ്ജഹത്തു നാം പാരായണം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ വചനം ആദ്യമായി മുഴക്കിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ പറഞ്ഞു, ഈ അസ്തമിച്ചു പോകുന്ന ഇവകളൊന്നുമല്ല എന്റെ റബ്ബ്, മറിച്ച് ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച ലോകരക്ഷിതാവായ അള്ളാഹുവാണ്. അവനിലേക്ക് എന്റെ മുഖത്തെ ഞാൻ തിരിക്കുന്നു. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമാ. ഇനി നമസ്കാരത്തിന്റെ ഒടുവിലോ അത്തഹിയാത്തിൽ നാം ചൊല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. എന്തിനേറെ ഈ പെരുന്നാൾ സുദിനത്തിൽ നാം അറുക്കുന്ന ഉളുഹിയ്യത്ത് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയാണ്. നബി തങ്ങളുടെ അടുക്കൽ വന്ന് സഹാബത്ത് ചോദിച്ചു, മഹാദിഹിൽ അല്ലാഹി, അല്ലയോ അല്ലാഹുവിന്റെ റസൂലെ, ഈ ഉളുഹിയ്യത്ത് എന്താണ്, അതിന്റെ വിവക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, സുന്നത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്താണ്, ചര്യയാണത്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വേറിട്ടുകൊണ്ട് നമ്മുടെ ആരാധനകളിലും ശരീഅത്തുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്? അതെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സംഭവമായിരുന്നു. നാം യോഗ്യതയും കഴിവുമുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്ന ഒരു ആലങ്കാരിക പദപ്രയോഗമാണ് അയാൾ വലിയ ഒരു സംഭവമാണ്. അതെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് കാന ഉമ്മ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു. അതായത് ഒരു സമുദായം ചെയ്തു തീർക്കേണ്ട മുഴുവൻ കാര്യങ്ങളും മുഴുവൻ നന്മകളും അദ്ദേഹം ചെയ്തു തീർക്കുകയുണ്ടായി. സമർപ്പണമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ മുഖമുദ്ര. ഹൃദയം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. ഇത് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, സലീമായ പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലിസാനുഹു ലിൽ ബുർഹാൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവ് സത്യം പറയാൻ വേണ്ടി ഉപയോഗിച്ചു, അതിനുവേണ്ടി സമർപ്പിച്ചു. വബദനുഹു ലിന്നീറാൻ, തന്റെ ശരീരത്തെ അഗ്നിക്ക് വേണ്ടി സമർപ്പിച്ചു. നമ്രൂദ് തീജ്വാലയിലേക്ക്, തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ശരീരത്തെ അതിനുവേണ്ടി സമർപ്പിച്ചു. വമാലുഹു ലിദ്ദൈഫാൻ, അദ്ദേഹത്തിന്റെ സമ്പത്ത് അതിഥികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ അതിഥികളെ സൽക്കരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യമായി അതിഥി സൽക്കാരം നടത്തിയ പ്രവാചകൻ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഖറജ മൈലൻ ഔ മൈലൈൻ, ഒരു മൈല് അല്ലെങ്കിൽ 2 മൈലുകളോളം സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കഴിക്കാൻ വേണ്ടിയുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് വരുമായിരുന്നു. ഖുർബാൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ, കുടുംബത്തെ ഖുർബാനിക്ക് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ സമർപ്പണം, ത്യാഗം, അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്നവരാവുക, സ്വന്തം ജീവിതവും സ്വന്തം സമ്പത്തും അള്ളാഹുവിന്റെ ദീനിന്റെ ഇഅ്ലാഇന് വേണ്ടി സമർപ്പിക്കുന്നവരാവുക. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചോതുന്ന, ഇബ്രാഹിം നബിയുടെ ജീവിതം വിളിച്ചോതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെരുന്നാൾ സുദിനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം മാതൃകയാക്കാൻ, നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.